SSC-CGL വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ എയറിൽ കിടന്നിങ്ങനെ കറങ്ങുകയാണ്. അതായത് വേക്കൻസികളിൽ ഒരു 8092 വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവാണ്. 8092 വേക്കൻസികൾ ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട്. ഇത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമുള്ള റിപ്ലൈ ആണ് എന്നുള്ള തരത്തിലാണ് പ്രചരിക്കുന്നത്. ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. മക്കളെ, ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് ഇപ്പൊ നിലവിൽ വരാനിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടുന്ന മാർച്ചിൽ വരേണ്ടുന്ന നോട്ടിഫിക്കേഷൻ ആണ് SSC-CGL നോട്ടിഫിക്കേഷൻ. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് മാസം കഴിയാറായി. പക്ഷെ ഇപ്പോഴും എന്ത് വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഈ മാസമോ അടുത്ത മാസമോ വളരെ അപ്രതീക്ഷിതമായി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കലും നോട്ടിഫിക്കേഷൻ ഇടാതിരിക്കില്ല. കൃത്യമായ സമയത്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ട് വരും, എക്സാം നടക്കും, അതിന് സംശയം വേണ്ട. വേക്കൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് CBIC-യിൽ നമ്മുടെ ടാക്സുമായി ബന്ധപ്പെട്ട് 842 വേക്കൻസി ഉണ്ട്. JSO പൊസിഷനിലേക്ക് 158 വേക്കൻസികളാണ് റിപ്പോർട്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ റിപ്പോർട്ട് ആവാനായിട്ടുള്ളത് എന്നുള്ള അപ്ഡേഷൻ ഉണ്ട്. അതേപോലെ GST ഇൻസ്പെക്ടർ 2369. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ കാണിക്കുന്നത് GST ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലാണ്. 2369 വേക്കൻസികളാണ് അവിടെ പറയുന്നത്. അതിൽ UR കാറ്റഗറി, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 911 വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതേപോലെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ 469 പോസ്റ്റാണ് പറയുന്നത്. 195 അൺറിസർവ്ഡ് കാറ്റഗറിക്കുള്ള വേക്കൻസി പറയുന്നുണ്ട്. ദെൻ CBDT-യിൽ വരുമ്പോൾ 1037 പോസ്റ്റുകളാണ് പറയുന്നത്. ദെൻ പ്രിവെന്റീവ് ഓഫീസർ 98 വേക്കൻസി. AAO ഓഡിറ്റിലാണ് എങ്കിൽ 1017 വേക്കൻസി. ദെൻ കാറ്റ് ASO 8 വേക്കൻസി. ഓഫീസ് സൂപ്രണ്ടന്റ് 302 വേക്കൻസിയാണ് ആ പോസ്റ്റിലേക്ക് പറയുന്നത്. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് 340 വേക്കൻസിയാണ്. ദെൻ എക്സാമിനർ 42 വേക്കൻസി. ASO പൊസിഷനിലേക്ക് 31 വേക്കൻസി. AAO അക്കൗണ്ട്സിലേക്ക് 504 വേക്കൻസി. ദെൻ ഓഡിറ്റ് പറയുന്നത് 875 വേക്കൻസിയാണ്. ഇത്തരത്തിൽ ഏതാണ്ട് 14ഓളം പോസ്റ്റുകളിലേക്കുള്ള 8092 വേക്കൻസി. അതിൽ 3351 വേക്കൻസികളാണ് അൺറിസർവ്ഡിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇതൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമുള്ള റിപ്ലൈ ആയിട്ടാണ് പറയുന്നത്. പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സത്യാവസ്ഥ എന്ത്, അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയില്ല. ഇത് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഹിന്ദി ചാനലുകളാണ് ഇത് കൂടുതലും ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നത്, നോട്ടിഫിക്കേഷൻ ഉടനെ വരും, എക്സാമിനേഷനും ഉടനെ നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആണെങ്കിൽ സത്യമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം 2 ടയറുകളിലായിട്ട് എക്സാം നടക്കുകയാണ്, Tier 1, Tier 2. അതിൽ Tier 1 എക്സാം എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചറുള്ള പരീക്ഷയാണ്. ക്വാളിഫൈ ചെയ്താൽ മതി. അതിൽ 4 സെക്ഷനുകളാണുള്ളത്. ഒന്നാമത്തെ സെക്ഷൻ റീസണിംഗ് ആണ്. റീസണിംഗിൽ 25 ചോദ്യങ്ങൾ വരും. അവിടെ 50 മാർക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഉത്തരത്തിന് 2 മാർക്ക് വീതമാണുള്ളത്. 25 സെക്ഷണൽ എക്സാമിൽ റീസണിംഗിൽ 25 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൽ 50 മാർക്കുണ്ട്. ജനറൽ അവയർനെസ്സിൽ 25 ചോദ്യങ്ങൾ ഉണ്ടാവും, അവിടെയും 50 മാർക്കാണ് വരിക. ഇംഗ്ലീഷിൽ 25 ചോദ്യങ്ങൾ ഉണ്ടാവും, അവിടെയും 50 മാർക്കാണ് വരിക. അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ, 100 ചോദ്യങ്ങൾ ഉണ്ടാവും. 200 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 100ന് 200, 2 മാർക്ക് വീതമാണ് കൂടുക. പക്ഷേ ഇവിടെ റോങ് ആൻസർ ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ 0.50 നിങ്ങൾക്ക് നഷ്ടമാകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ നിങ്ങളിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ചോദ്യം ശരിയാക്കുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. 2 ചോദ്യം ശരിയാക്കുമ്പോൾ 4 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് 4 ചോദ്യം തെറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 മാർക്കായിരിക്കും പോവുക. 4 ചോദ്യം തെറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 മാർക്ക് പോവാം. എന്ന് പറഞ്ഞാൽ ഈ മാർക്കിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഏതാണ്ട് 8 ചോദ്യം തെറ്റിക്കണം. 8 ചോദ്യം തെറ്റിച്ചാൽ നമ്മുടെ എന്ത് പോകും, 4 മാർക്ക് പോകും എന്നുള്ള നിലയിൽ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ ഇതിനെ സെക്ഷണൽ 2 അല്ലെങ്കിൽ പാർട്ട് 2-ൽ വരുമ്പോഴും ഇതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും ഉണ്ടാകും. അപ്പൊ ഇതാണ് പാറ്റേൺ. അപ്പൊ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കാനായിട്ടുള്ള സമയമാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പൊ SSC-CGL പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച്, വീര ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ച് 2999 രൂപ ഫീസ് വരുന്ന ഒരു ബാച്ചാണ്. ഈ ബാച്ചിന്റെ പ്രത്യേകത 250+ അവേഴ്സിന്റെ ടോപ്പിക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 60+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഇഷ്ടംപോലെ എക്സാമുകൾ, A4 സൈസ് PDF നോട്ടുകൾ, ഇതൊക്കെ അടങ്ങുന്നതാണ് SSC-CGL ക്രാഷ് ബാച്ച് ആയിട്ടുള്ള വീര ബാച്ച്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ കയറി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്
താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അഡ്മിഷൻ എടുക്കാനായിട്ട് വരും. ഇതാണ് വീര ബാച്ചിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്തോടാ. ജോയിൻ ചെയ്യാനായിട്ട് 8281223366 നമ്പറോട് വിളിച്ചാൽ മതി. നമുക്ക് ക്ലാസ്സിൽ കാണാം. ഇപ്പൊ തുടങ്ങിക്കോ, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.